ഏവർക്കും നമസ്കാരം. 2013 ആരംഭിച്ച സ്വതന്ത്ര സംഘടനയായ ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് ഓർഗനൈസേഷൻ എന്ന ഈ ഒരു സംഘടന 4 കമ്പനികളിലുമുള്ള ഏജന്റ്സ് സുഹൃത്തുക്കൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കൈപിടിച്ചുയർത്തിയത്. ഇന്നും ആ പ്രതീക്ഷ ചോരാതെ തന്നെ നമ്മുടെ സംഘടന വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. 10 വർഷത്തെ സേവനം കൊണ്ട് പല കാര്യങ്ങളിലും മേൽക്കോയ്മ നേടിയെടുക്കാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. ആരംഭിച്ച 2 വർഷത്തിനുള്ളിൽ തന്നെ ഉപകാരപ്രദമായ ആരോഗ്യ മൈത്രി എന്ന ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങാൻ സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം 15 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ഈ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണല്ലോ. ക്ഷേമനിധി നടപ്പാക്കുന്നത് വഴി വളരെയധികം ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിച്ചു എന്നതിൽ തന്നെ തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം ഇനിയും ചേരാത്ത മെമ്പർമാർ ഉണ്ടെങ്കിൽ അവർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ വേണ്ട എല്ലാ ജോലികളും ചെയ്ത് ആ ഉദ്യമം പൂർത്തിയാക്കണമെന്ന് കൂടി അറിയിക്കുന്നു. 4 കമ്പനികളായ ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ് എന്നീ 4 കമ്പനികളിലെ ഏജൻസി സുഹൃത്തുക്കളാണ് ഈ ഒരു സംഘടനയുടെ കരുത്ത്. ഗവൺമെന്റ് നിയന്ത്രിച്ചു വരുന്ന ഇൻഷുറൻസ് കമ്പനികളിലെ ഏജന്റ് സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ സംഘടനയിൽ അംഗങ്ങളാവാൻ പറ്റുകയുള്ളൂ. തുടക്കം മുതലേ പ്രവർത്തിച്ചു പോന്നിരുന്ന ഒട്ടുമിക്ക നേതാക്കന്മാരും ഇപ്പോഴും നമ്മുടെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞ ചന്ദ്രൻ തോട്ടപ്പുറം എന്ന നമ്മുടെ സംഘടനയുടെ ധീരനായ പോരാളിയെ കൂടാതെ ഈ സംഘടനയുടെ ഭാഗമായി വളരെയധികം നാൾ പ്രവർത്തിച്ചിരുന്നു ചുരുക്കം ചില ആളുകൾ ഒഴിച്ച് ഏവരും ഇപ്പോഴും നേതൃസ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളത് ഈ സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു കാര്യം കൂടിയാണ്. അവർക്ക് ലഭിച്ച എക്സ്പീരിയൻസ് അവർ മറ്റുള്ള ആളുകൾക്ക് പകർന്നു നൽകാൻ സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴായി പല ആളുകളും സംഘടനയുമായി വന്നും തിരിച്ചും പോയ ചരിത്രം ഈ സംഘടനയ്ക്കുണ്ട്. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. രാഷ്ട്രീയപരമായ ഒരു കാര്യങ്ങളും ഈ സംഘടന നേരിട്ട് ചർച്ച ചെയ്യാറില്ല എന്നുള്ളത് മറ്റു സംഘടനകളിൽ നിന്നും ഈ സംഘടനയെ വ്യത്യസ്തമാക്കുന്നു. അതോടൊപ്പം ആരോഗ്യമൈത്രി എന്നുള്ള ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങാൻ തന്നെ കാരണമായത് ചില ഏജൻസി സുഹൃത്തുക്കളുടെ സാമ്പത്തിക പരാധീനത മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ പല ഏജൻസി സുഹൃത്തുക്കളും ഈ ആരോഗ്യ ഇൻഷുറൻസിന് തെറ്റായ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം തള്ളിപ്പറഞ്ഞ് ഇതിന്റെ വികലമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവയിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ഉദ്യമത്തെ നല്ല രീതിയിൽ ഇന്നും കൈപിടിച്ച് ഇന്നത്തെ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. എല്ലാ ഏജൻസി സുഹൃത്തുക്കളുടെയും കാലോചിതമായ നിർദ്ദേശപ്രകാരം സംഘടനയിൽ കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുത്താറുണ്ട്. ആരൊക്കെ സംഘടനയുമായി നല്ല രീതിയിൽ മെമ്പർഷിപ്പോടുകൂടി സഹകരിക്കുന്നുവോ അവർക്കെല്ലാം സംഘടനയുടെ നേട്ടം അനുഭവിച്ച ആളുകൾ തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. അതോടൊപ്പം സംഘടന എന്നുള്ളത് ഒരാളുടെയോ ഒരു കൂട്ടം ആളുകളുടെയോ എന്നതിനേക്കാൾ ഉപരി അനേകം ആളുകളുടെ ഒറ്റക്കെട്ടായ തീരുമാനം എന്നുള്ളതാണ് പ്രത്യേകം ഏവരെയും ഓർമ്മിപ്പിക്കുന്നത്. 2 വർഷങ്ങൾ കൂടുന്ന സമയത്ത് സംസ്ഥാന സമ്മേളനങ്ങളും എല്ലാ വർഷങ്ങളിലും ജില്ലാ ഉപജില്ലാ സമ്മേളനങ്ങളും വർഷത്തിലൊരിക്കൽ പഠന ശിബിരങ്ങളും ക്യാമ്പുകളുമായി ഈ സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മെമ്പർമാരുടെ അവഗണന പലപ്പോഴും ഈ സംഘടന ചില പ്രവർത്തനങ്ങളിലൊക്കെ പിന്നാക്കം പോയിട്ടുണ്ട്. അതിനാൽ വരും വർഷങ്ങളിൽ സംഘടനയുമായി നല്ല രീതിയിൽ സഹകരിക്കാൻ എല്ലാ അംഗങ്ങളും മുന്നോട്ട് വന്നേ പറ്റൂ. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ സംഘടനയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അവകാശങ്ങളും നഷ്ടപ്പെട്ട പലതും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഈ അവസരത്തിൽ ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ സംഘടനയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് സംഘടനയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡർമാർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പുതുമുഖങ്ങൾ പഴയ ആളുകളിൽ നിന്നും ലഭിച്ച ആർജവവും കരുത്തുമായി കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് വരണമെന്നും അതോടൊപ്പം വരും വർഷങ്ങളിൽ സംഘടനയെ നല്ല രീതിയിൽ നയിച്ച് ഇതൊരു മുതൽക്കൂട്ടാക്കി മാറ്റണമെന്നും ഈ അവസരത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടുമായി അഭ്യർത്ഥിക്കുന്നു. കാലാനുസൃതമായി സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി ഈ സംഘടനയെ പരിപോഷിപ്പിച്ചവരാണ് ആദ്യകാലങ്ങളിൽ ഉള്ള ഒട്ടുമിക്ക നേതാക്കന്മാരും. ഒരു വർഷത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗുകളിൽ തിരിച്ച് സ്വന്തം വീട്ടിലെത്താനുള്ള ചെലവ് നൽകാൻ സംഘടന തീരുമാനിച്ചിരിക്കുന്ന കാര്യം ഏവർക്കും അറിവുള്ളതാണ്. വരും വർഷങ്ങളിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ സംഘടന എത്തേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.
ഈ വർഷം ന്യൂ മെമ്പർഷിപ്പ് 1000 എന്ന മാന്ത്രിക സംഖ്യയിലെത്തിക്കാൻ എല്ലാ ഏജൻസി സുഹൃത്തുക്കളും നിർബന്ധമായും പരിശ്രമിക്കണം. അതോടൊപ്പം ആരോഗ്യമൈത്രി എന്ന നമ്മുടെ സ്വന്തം ആരോഗ്യ ഇൻഷുറൻസ് 1000 അംഗങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് അത് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ എല്ലാ മാന്യ മെമ്പർമാരും ഇതൊരു അറിയിപ്പായി കരുതി ഈ സംഘടനയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചുകൊണ്ട് ഈ പരിപാടി ഗംഭീര വിജയമാക്കാം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരനോട് നന്ദി പറയുന്നു. ഗവൺമെന്റുമായി സഹകരിച്ച് ക്ഷേമനിധി നടപ്പിലാക്കിയതോടെ കൂടെ പല അംഗങ്ങളും അതിന്റെ ഗുണങ്ങൾ ലഭിച്ചതായി അറിയാൻ കഴിഞ്ഞു. പുതിയ ഏജൻസി എടുത്തു വരുന്നവർക്കും ഈ ഒരു ക്ഷേമനിധിയിൽ അംഗങ്ങളാവാനുള്ള സൗകര്യം സംഘടന ഏർപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളായി ക്ലെയിം റേഷ്യോ കൂടുന്നതിനാൽ ആരോഗ്യ ഇൻഷുറൻസ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് ഒഴിച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആരോഗ്യ ഇൻഷുറൻസ് സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സഹകരിച്ച എല്ലാ മെമ്പർമാരെയും കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ന്യൂ ഇന്ത്യ, നാഷണൽ ഓറിയന്റൽ യുണൈറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ മേധാവികളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞ ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയും അതോടൊപ്പം എല്ലാ മെമ്പർമാരുമായും ഏറ്റവും നല്ല ബന്ധം പോലും പുലർത്തിയിരുന്ന നമ്മുടെ സ്വന്തം ചന്ദ്രശേഖരൻ നായർ തോട്ടുംപുറം എന്ന ആ മഹത് വ്യക്തിയെ, നമ്മുടെ സംഘടനയുടെ എല്ലാമായിരുന്ന അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ സംഘടനയുടെ സ്വന്തം കരുത്തായിരുന്ന ആ തേജസ്സിനെ മനസ്സിൽ ഒരിക്കൽ കൂടി ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സംഘടനയ്ക്കും മെമ്പർമാർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരുത്തണമെന്നും സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.